2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര റോഡ് മണ്ണിടിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ഭക്തജനങ്ങൾ. ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്ന ഭക്തജനങ്ങൾ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാറിട്ട റോഡ് കുത്തിപ്പൊളിച്ച് മുകളിൽ ലോഡ് കണക്കിന് മണ്ണടിക്കുകയും സമീപത്തെ കണ്ടൽക്കാടുകൾ മണ്ണിട്ട് മൂടുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് ഭക്തജനങ്ങൾ റോഡ് ഉപരോധിച്ചു. അന്നദാന ഹാളുണ്ട് ബാക്കിൽ, ആ ഹാളിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് റോഡ് ഇന്നലെ രാത്രി JCB വെച്ച് ആ റോഡ് അങ്ങോട്ട് നശിപ്പിച്ചു, കോരി കളഞ്ഞ്. പോരാത്തിന് ഏകദേശം 100 ലോഡോളം മണ്ണ് അടുത്ത പറമ്പിൽ കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് ആ ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് കുറേ ഗുണ്ടകളായിട്ട് വന്നിട്ടാണ് ചെയ്തത്. ഇതിൻ്റെ ഉടമ എന്ന് പറയുന്നത് ഒരു ആൻറ്റിയുടെയും മക്കളുടെയും പേരിലാണെന്നാണ് അറിവ്. കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു പ്രതിഷേധം ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പോലീസ് സ്റ്റേഷൻ ധാരണ പ്രകാരം ഇവിടെ വന്നയാൾ ഈ ഭൂമി ഞാൻ അന്യമതസ്ഥനാണെന്നും അതുകൊണ്ടിട്ട് എനിക്കൊരു അബദ്ധം പറ്റിയാണെന്ന് പറഞ്ഞ് ഈ ഭൂമി ഞാൻ എടുത്ത വിലക്ക് തന്നേക്കാന്നും പരസ്പരം ധാരണ പുറത്ത് നിൽക്കുന്നൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം ധാരണയെല്ലാം നശിപ്പിച്ചു കൊണ്ടിട്ടാണ് ഇന്നലെ രാത്രിയുടെ മറവിൽ ഇങ്ങനെയുള്ള ഈ മൊത്തത്തിൽ ഈ പ്രദേശത്ത് ഇപ്പോൾ ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ ഒരു നിഴലിലാണ് കിടക്കുന്നത്. ഇത് അടിയന്തരമായിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഇവിടെ നാട്ടിലെ ജനങ്ങൾക്കും ഇവിടുത്തെ ക്ഷേത്രത്തിനും ക്ഷേത്രവിശ്വാസികൾക്കും ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ്. ക്ഷേത്രത്തിന്റെ മതിൽ തകരുകയും ചെയ്തു. രാത്രിയുടെ മറവിലാണ് ഇവിടെ 50ഓളം ലോഡ് മണ്ണടിച്ചത്. കണ്ണങ്ങാട്ട് പാലത്തിനോട് ചേർന്നുള്ള റോഡാണ് സ്ത്രീകൾ അടക്കമുള്ള 100 കണക്കിന് ഭക്തജനങ്ങൾ ചേർന്ന് ഉപരോധിച്ചത്. SNDP കൊച്ചി യൂണിയൻ സെക്രട്ടറി ഷൈൻ കൂട്ടുങ്കൽ സമരം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് PP സുയനസ്, സെക്രട്ടറി ഗോപാലകൃഷ്ണൻ, ദേവസ്വം മാനേജർ രതീഷ് വാസുദേവൻ, TP പത്മനാഭൻ എന്നിവർ നേതൃത്വം നൽകി. രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും പിന്തുണയോടുകൂടി അതിന് തടയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പള്ളുരുത്തി പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ റോഡ് സഞ്ചാരയോഗ്യമായി നിലനിർത്തണമെന്ന നിർദ്ദേശം അദ്ദേഹത്തിന് അന്നത്തെ CA കൊടുത്തതാണ്. പക്ഷെ ആ തീരുമാനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇവിടെ ആയിരക്കണക്കിന് വരുന്ന ഭക്തരെ എല്ലാം അവരുടെ മനസ്സിന് വലിയൊരു മുറിവേൽപ്പിച്ചുകൊണ്ട് ഇന്നലെ അർദ്ധരാത്രി 1 മണിക്ക് ശേഷം 100 കണക്കിന് ടോറസുകളുടെ അകമ്പടിയോടുകൂടി ഗുണ്ടകളുടെ അകമ്പടിയോടുകൂടി ഈ റോഡ് ഏതാണ്ട് 50 വർഷം പഴക്കമുള്ള റോഡ് ടാറിട്ട റോഡ് ഇല്ലാതാക്കിക്കൊണ്ട് ക്ഷേത്രത്തിന്റെ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.